Hello friends, Assalamualaikum. Welcome back our channel Chinnushu Creations. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ലവ് ബേർഡ്സ് അഥവാ ബഡ്ജസ് ബേർഡ്സ് ഇവരുടെ ഫീമെയിൽ മെയിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് തുടക്കക്കാരായ എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ഓരോ കൂട്ടുകാരും ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പേരിൽ ഒരു കുഞ്ഞു ബലപ്പെട്ടം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അവർ വാങ്ങിയ ലവ് ബേർഡ്സ് 1 ഇയർ ആയിട്ട് പോലും ബ്രീഡിങ് ചെയ്യണില്ലാന്ന്. അതിനൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയത് രണ്ടും മെയിലാകാം, അതോ ഫീമെയിലാകാം. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലവ് ബേർഡ്സ് ബ്രീഡിങ് ചെയ്യാത്തത്. അപ്പോൾ കടകളിൽ കൊണ്ടുവരുന്ന ഓരോ ലവ് ബേർഡ്സും ചിലരൊക്കെ കൊണ്ടുവരുന്നത് ചെറുതായ കുഞ്ഞുങ്ങളായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് ഓരോ പെയറായിട്ട് ഓരോ കേജിലിടും. അപ്പോൾ അത് വലുതായി വരുമ്പോൾ ചിലപ്പോൾ രണ്ടും മെയിലാകും, ചിലപ്പോൾ ഫീമെയിലാകും. അങ്ങനെയുള്ള ബേർഡ്സിനൊക്കെ അവർ എത്രയും പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കും. വിറ്റ് ഒഴിവാക്കുന്ന ആ ലവ് ബേർഡ്സിനായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലവ് ബേർഡ്സ് 1 ഇയർ ആയിട്ട് പോലും ബ്രീഡിങ് ചെയ്യാത്തത്. അപ്പോൾ വാങ്ങാൻ നിൽക്കുന്ന ഓരോ ബിഗിനേഴ്സും ഈ ഫീമെയിലും മെയിലും എങ്ങനെയാണ് അറിയേണ്ടതെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് വാങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ പ്രോബ്ലങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മളുടെ ലവ് ബേർഡ്സിന് ഫീമെയിലും മെയിലും കണ്ടുപിടിക്കാവുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ മെയിൽ ലവ് ബേർഡ്സ് ആണെങ്കിൽ അവരുടെ ബീക്കിന് മുകൾ വശത്തായിട്ട് 2 ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിന് ഡാർക്ക് ബ്ലൂ, അങ്ങനെയുള്ള ഡാർക്ക് ബ്ലൂ കളർ, അങ്ങനെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ഫീമെയിൽ ബേർഡ്സിൻ്റെ ബീക്കിന് മുകൾ വശത്തായിട്ടുള്ള 2 ഹോൾസിനും വൈറ്റ് നിറമോ അതോ ക്രീം കളറോ ലൈറ്റ് കളറോ അങ്ങനെയൊക്കെയുള്ളൊരു കളേഴ്സായിരിക്കും നമ്മളുടെ ഫീമെയിൽ ബേർഡ്സിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാക്കുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് പുതുതായിട്ട് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പോലെ ഒരു കുഞ്ഞു ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന് മാത്രം പ്രസ് ചെയ്താൽ മതി. എന്നാൽ മാത്രമാണ് ഞങ്ങളെ കുറിച്ചുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇത് യൂസ്ഫുൾ ആണ് ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.